നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരും. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ പാത്ത് ഇസ് ദ ഗോളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ദ ഗോൾ, ലക്ഷ്യത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ജീവിക്കുക, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. 10 പ്രമാണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഹാരത്തിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആഹാരം എന്ന് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഭക്ഷണം, അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2 പ്രസിദ്ധമായിട്ടുള്ള കഥകൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കഥ മഹാഭാരതത്തിൽ നിന്നാണ്. പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ പാഞ്ചാലി, ദ്രൗപദി, സൂര്യഭഗവാനെ തപസ് ചെയ്ത് അക്ഷയപാത്രം എന്നുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു പാത്രം നേടി. ഈ അക്ഷയപാത്രത്തിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ എത്ര ആൾ വന്നാലും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. വനവാസകാലത്ത് ഈ അക്ഷയപാത്രം ദ്രൗപദിക്ക് ഏറ്റവും ഗുണം ചെയ്തു. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്ഷയപാത്രത്തിൽ നിന്ന് ഭക്ഷണം പിന്നെ കിട്ടില്ല. അപ്പോൾ ഇതറിഞ്ഞ് ദുര്യോധനൻ പാണ്ഡവന്മാരെ ഒന്ന് ബുദ്ധിമുട്ടിക്കാനായിട്ട് ദുർവാസ മുനിയെ അയക്കുകയാണ്. ദുർവാസ മുനി ക്ഷിപ്രകോപിയാണെന്നറിയാം. ദുർവാസ മുനിയോട് പറയാണ്, പാണ്ഡവന്മാരെങ്ങനെയാണ് കാട്ടിൽ കഴിയുക, എനിക്ക് ആലോചിച്ച് വിഷമാവുന്നു, ഒന്ന് അന്വേഷിച്ച് വരൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാഞ്ചാലി ഭക്ഷണം കഴിച്ചിട്ട് എത്തിയാൽ മതി. കാരണം ഇല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല, എടുത്തിയമ്മ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് എത്തിയാൽ മതി, ബുദ്ധിമുട്ടിക്കണ്ട. അപ്പോൾ ദുർവാസാവും ശിഷ്യന്മാരെല്ലാവരും കൂടി കാണാൻ പോവാണ് പഞ്ചപാണ്ഡവന്മാരെ
വനത്തിൽ കാണാൻ പോകും. അപ്പോൾ അന്ന് അവരവിടെ ഇല്ല, പാഞ്ചാലി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ദുർവാസ മുനിയും ശിഷ്യന്മാരും എത്തുമ്പോഴേക്കും ദ്രൗപദി പാഞ്ചാലി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ആകെ ടെൻഷനായി. ഇവർ പറഞ്ഞു ഞങ്ങൾ കുളിച്ചിട്ട് വരാം, അപ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കിയാൽ മതി എന്ന് ദുർവാസ മുനി പറഞ്ഞിട്ട് കുളിക്കാൻ പോയി, പുഴയിലേക്ക് പോയി. ദ്രൗപദിക്ക് ആകെ ടെൻഷനായി. ഇനി എങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക? ഇനി അക്ഷയപാത്രമില്ല, എവിടുന്ന് പാണ്ഡവന്മാരാണ് അവിടെ ഇല്ലേ, എവിടുന്ന ഭക്ഷണം കൊണ്ടുവരിക? ആകെ സങ്കടമായി. അപ്പോൾ ഉള്ളിൽ നിന്നും ഒരു തേങ്ങൽ വന്നു, ഭഗവാനെ എന്നെ ഒന്ന് സഹായിക്കണേ, എങ്ങനെയാണ് ഇതെന്ന് ഞാൻ മറികടക്കുക? അപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, പെട്ടെന്ന് ഭഗവാൻ കൃഷ്ണൻ അവിടെ ഓടിയെത്തി. അയ്യോ പാഞ്ചാലി, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി പറയാൻ നോക്കുകയാണ്, ഇവിടെ ദുർവാസ മുനി വന്നിട്ട് ഇപ്പോൾ വരും, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവിടെ ഇല്ല, അങ്ങക്ക് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം തരിക? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, കൃഷ്ണ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, ഇനി അക്ഷയപാത്രത്തിൽ ഒന്നും കിട്ടില്ല, അപ്പം ഞാൻ എന്താ തരിക? കൃഷ്ണൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാവും, ഭഗവാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാവും എന്ന്. ആ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ അക്ഷയപാത്രം കൊണ്ടുവന്നപ്പോൾ അതിൽ ഒരു ഇല, കരുവേപ്പിൻ്റെ ഇലയോ എന്തൊരു ഇല അതിൽ ബാക്കിയുണ്ട്. ഇതുണ്ടായിട്ടാണോ നീ ഒന്നുമില്ല എന്ന് പറയണത് എന്ന് പറഞ്ഞിട്ട് ആ ഇല കഴിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു ആവൂ എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പോവുകയും ചെയ്തു. ദ്രൗപദിക്കൊന്നും പറയാൻ അവസരം കൂടി കിട്ടിയില്ല. അപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് വയറ് ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാതെ ദ്രൗപദി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ദുർവാസ മുനിയും ശിഷ്യന്മാരും പുഴയിൽ കുളിക്കുമ്പോൾ അവർക്ക് എന്തോ വയറ് നിറഞ്ഞൊരനുഭവം. ഭഗവാൻ ഇവിടെ ഈ കരിവേപ്പില കഴിച്ചപ്പോഴേക്കും അവരുടെയൊക്കെ വയറങ്ങോട്ട് ഫുള്ളായി. അപ്പോൾ അവർ ദുർവാസ മുനി പറഞ്ഞു ഇപ്പോൾ പാഞ്ചാലി അവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, അവിടെ ചെന്നാൽ ഞങ്ങളെങ്ങനെ ഭക്ഷണം കഴിക്കുക, നമുക്ക് മിണ്ടാണ്ട പോവാം എന്നു ദുർവാസ മുനി ശിഷ്യന്മാരും ആ വഴിക്ക് അങ്ങോട്ട് പോയി. പാഞ്ചാലി അടുത്തേക്ക് പോവുകയും ചെയ്തില്ല. അപ്പോൾ ഇതിലൊരു പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാവണം, ആർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്? ഭഗവാൻ സിംബോളൈസ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള ആ പൂർണ്ണതയാണ്. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ അവിടേക്കാണ് അർപ്പിക്കേണ്ടത്. നമ്മളത് ഡിസ്കസ് ചെയ്തു. ഈ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് ഈ ശരീരം. മനസ്സിനെ ഉയർത്തണം, അപ്പോൾ അതിൻ്റെ ഉപകരണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള ഭക്ഷണം, പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർമ്മ വേണം ഈ ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. എത്ര ഭക്ഷണം കഴിച്ചാലും ഈ ശരീരം വിട്ടിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ബോധത്തിൽ നമ്മൾ എന്ത് കഴിക്കുമ്പോഴും അദ്ദേഹത്തിന് അർപ്പിക്കണം. നമ്മൾ കഴിക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കുമ്പോൾ ശരീരത്തിലേക്കല്ല മെഡിസിൻ കൊടുക്കുന്നത്, പ്രാർത്ഥനാഭാവത്തിൽ മെഡിസിൻ. ആ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ അസുഖം മാറണോ മാറണ്ടേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം. എന്തായാലും അത് നന്മയ്ക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പ്രസാദമായിട്ട് മാറും. അപ്പോൾ ഭഗവാന് കൊടുക്കുക എന്നുള്ളതിൻ്റെ സിംബോളിസം നമ്മൾ കഴിക്കുമ്പോൾ പ്രാർത്ഥനാഭാവത്തിൽ കഴിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കഥ മഹാഭാരതം തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാന്തിദൂതനായിട്ട് ദുര്യോധനനെ കാണാൻ വരികയാണ്, ധൃതരാഷ്ട്ര കാണാൻ വരികയാണ്, യുദ്ധം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മഹാഭാരത യുദ്ധം പ്രഖ്യാപിച്ച് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ ഒന്നുകൂടി ഞാൻ സംസാരിച്ച് വരാം എന്നാൽ ധൃതരാഷ്ട്ര കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ ദുര്യോധനൻ ഒരു കൊട്ടാരമൊക്കെ അറേഞ്ച് ചെയ്തു ഭഗവാന് താമസിക്കാൻ. പക്ഷേ ഭഗവാൻ അവിടെ നിന്നല്ല താമസിച്ചത്. ഭഗവാന്റെ ഭക്തനായിട്ടുള്ള വിതുരൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്ര അനിയനാണ്, മന്ത്രിയാണ്, ഭക്തനാണ്. വിതുരൻ്റെ വീട്ടിലേക്കായിരുന്നു. വിതുരൻ്റെ പത്നിയാണെങ്കിൽ വളരെ വലിയ ഭക്തയാണ്. ഭഗവാൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും വിതുരൻ്റെ പത്നിക്ക് എന്താ ചെയ്യേണ്ടതില്ല, കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടിട്ടുണ്ട്. കുളിച്ചിട്ട് ഡ്രസ്സ് കൂടിയും ശരിക്കും ഇടാതെയാണ് ഓടി വന്നത് ഭഗവാനെ ശുശ്രൂഷിക്കാൻ. എന്താ ഭഗവാന് കൊടുക്കേണ്ടതില്ല. അപ്പോൾ പഴമുണ്ട്, പഴത്തിൻ്റെ തോലിങ്ങനെ ഭഗവാന് കൊടുക്കുക, പഴം ഇങ്ങനെ കളയുക, ഭഗവാൻ ഇങ്ങനെ തോലിൽ നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് വിതുരൻ വരുന്നത്. വിതുരൻ പറഞ്ഞു എന്താ ഈ ചെയ്യണത്, ഭഗവാൻ എന്താ പഴത്തോല് കൊടുക്കണത് വെച്ചു. അപ്പോഴാണ് വിതുരൻ്റെ ഭാര്യയ്ക്ക് ഒരു ഞെട്ടൽ. ഒരു പഴം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആദ്യം നിന്ന പഴത്തോലിൻ്റെ സ്വാദ് ഈ പഴത്തിനില്ല എന്ന് പറഞ്ഞു. എത്ര ബ്യൂട്ടിഫുള്ളായുള്ള സ്റ്റോറിയാണ്.
നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലല്ല അതിൻ്റെ സ്വാദും അതിൻ്റെ നറിഷ്മെൻറ്റും, അതിൻ്റെ പുറകിലുള്ള സ്നേഹമാണ്. സ്നേഹത്തോടു കൂടി നൽകും. അതുകൊണ്ടാണ് അമ്മ നൽകുന്ന ഭക്ഷണം, സഹോദരി ഉണ്ടാക്കി നൽകുന്ന ഭക്ഷണം, ഭാര്യ ഉണ്ടാക്കി നൽകുന്ന ഭക്ഷണം, വീട്ടിലത്തെ ഭക്ഷണം ഇത്രയും ഇമ്പോർട്ടൻ്റാണ്. ആ സ്നേഹമാണ് നമുക്ക് ശരീരത്തിന് പോഷണം തരുന്നത്. സ്നേഹമില്ലാതെ ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തെ പിടിക്കില്ല. എത്രയോ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ശരീരത്തെ പിടിക്കുന്നില്ല. അത് പിടിക്കുന്നത് വേണ്ടാത്ത രീതിയിൽ തടിക്കുക, ആരോഗ്യം ഉണ്ടാവാതിരിക്കുക, ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. നേരെ മറിച്ച് വീട്ടിൽ നിന്ന് സ്നേഹത്തോട് കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, നമ്മൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. രോഗങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ നമുക്കതൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. എൻ്റെ പേഴ്സണൽ അനുഭവം പറയാം. എനിക്ക് പനി പിടിച്ചാൽ അച്ഛൻ പറയും ഇന്ന് കഞ്ഞി കുടിച്ചാൽ മതി പറയും. ഞാൻ ഡോക്ടറായതിന് ശേഷം കൂടി ഞാൻ ആർഗ്യ ചെയ്യാൻ പോകാറില്ല. എൻ്റെ ഡയറ്റ് നിശ്ചയിച്ചിരുന്ന അച്ഛനാണ്. എപ്പോഴാണ് അച്ഛൻ മതി എന്ന് പറയുന്നത് ഞാൻ അച്ഛൻ്റെ ഡയറ്റ് റെസ്ട്രിക്ഷൻസാണ് ഫോളോ ചെയ്യുക. കാരണം അതിൻ്റെ പുറകുള്ള സ്നേഹം, അതിന് എന്താ പറയുക, മോഡേൺ സയൻസിൽ എക്സ്പ്ലനേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് എനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബോണ്ടിങ്, നമ്മുടെ ഉള്ളിൽ അത്രയും ബോണ്ടിങ് വരുന്നു, അച്ഛനുള്ള അത്രയും സന്തോഷം വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര മാറ്റങ്ങൾ നമുക്കും നമ്മുടെ ഫാമിലിയിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതിന് ഒരു സൂചനയായിട്ടാണ് ഇതെല്ലാം പറഞ്ഞു. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.